ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു.ഡി.എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും? ഈ ചർച്ച കോൺഗ്രസിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങളും ചർച്ച ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ആലപ്പുഴ മാത്രം സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ മതി. മറ്റെല്ലാം സിറ്റിംഗ് സീറ്റുകളാണ്. അതുകൊണ്ട് സിറ്റിംഗ് എംപിമാർ മത്സരിക്കുമെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ആലപ്പുഴയിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടത്. പക്ഷേ ആ ചർച്ച ഇതുവരെയും ആരംഭിക്കാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ചില സൂചനകൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. അതിലേറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് കെ.സി. വേണുഗോപാൽ തന്നെയാണ്. അദ്ദേഹം അവിടെ മത്സരിക്കാൻ തയ്യാറാണ് എന്ന സൂചന നൽകി. മാധ്യമപ്രവർത്തകർ ചോദിച്ചു അദ്ദേഹത്തോട്, ആലപ്പുഴയിൽ വെച്ചാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായി മറുപടി പറയാമായിരുന്നു. ഞാനിപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുകൊണ്ട് മത്സരിക്കാൻ സാധ്യത കുറവാണ് എന്ന് പറയാമായിരുന്നു. എന്നാൽ ആ സാധ്യത അദ്ദേഹം തള്ളുന്നില്ല. അദ്ദേഹം ചില സൂചനകൾ നൽകുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. ഞാനത് ബഹുമാനിക്കുന്നതാണ്. പ്രവർത്തകരുടെ വികാരം മാനിച്ചു നിൽക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാൻ. വളരെ മാനസികാവസ്ഥയുള്ള ഒരാളാണ്. പാർട്ടി തീരുമാനമില്ലാതെ എങ്ങനെ ഞാൻ മത്സരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റും. രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഇതെല്ലാ തീരുമാനങ്ങളും പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് നടക്കുന്നത്. അവരെല്ലാ വർഷങ്ങളും ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുക. ആ തീരുമാനിക്കാൻ ഏത് തീരുമാനമാണോ ആ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അതനുസരിച്ച് പ്രവർത്തിക്കും. പട്ടിക വന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ പട്ടിക കഴിഞ്ഞ പ്രാവശ്യം CPM പട്ടിക ഒരു മാസം മുമ്പേ വന്നിരുന്നു. 19 സീറ്റ് ഞങ്ങൾ ജയിച്ചിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് വേദാറില്ല. അവർക്കാണ് അങ്കലാപ്പ്. അവർക്കാണ് ഇവിടെ അങ്കലാപ്പ്. ഇവിടെ കൃത്യമായ അർത്ഥത്തിൽ ഞങ്ങളുടെ വൻ ഭൂരിപക്ഷത്തോടെ മുന്നോട്ട് വരും. സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഞങ്ങളുടെ എല്ലാവരും പാർട്ടിയും ശക്തമായിട്ട് ഞങ്ങൾക്ക് വരും. യാതൊരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ലീഗിന് 3-ാം സീറ്റ് വേണമെന്നൊരു ആവശ്യം ഇത്തരം കാര്യങ്ങളൊക്കെ ഐക്യജനാധിപത്യ മുന്നണിക്കാലത്ത് നടക്കുന്ന ഇന്റേണലായിട്ടുള്ള കാര്യങ്ങൾ. ഒരു സംശയമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. അവർ എല്ലാ കാലവും ചോദിക്കുന്നതാണ് അവരോട് കാര്യമില്ല. അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചർച്ചകളുണ്ടാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക. അത് ഞങ്ങളുടെ ചർച്ചകളിൽ അന്തിമമായിട്ട് ഉരുത്തിരിഞ്ഞ് വരും. എന്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ അങ്ങനെ പറയുന്നത്? കെ.സി. വേണുഗോപാൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാമല്ലോ. അല്ലെങ്കിൽ പാർട്ടി തീരുമാനിക്കട്ടെ, പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും, പക്ഷേ എൻ്റെ അഭിപ്രായം മത്സരിക്കേണ്ടതില്ല എന്ന് പറയാമല്ലോ. നേരത്തെ KPCC പ്രസിഡന്റ് K. സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന്, പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്ന്. KPCC പ്രസിഡന്റ് സ്ഥാനവും അതോടൊപ്പം തന്നെ MP സ്ഥാനവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരാൾക്ക് ഒരു പദവി എന്ന അനൗദ്യോഗിക തീരുമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് KPCCയുടെ പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞിരുന്നുവല്ലോ. അതേപോലെ എന്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ പറയാത്തത്? ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി പാർട്ടി നേതൃത്വം മറിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞ് വെക്കാമായിരുന്നു കെ.സി. വേണുഗോപാലിന്. പക്ഷേ കെ.സി. വേണുഗോപാൽ അങ്ങനെ പറഞ്ഞില്ല. എല്ലാ സാധ്യതകളും തുറന്നിടുകയാണ് കെ.സി. വേണുഗോപാൽ ചെയ്തത്. അതേപോലെ തന്നെ വയനാട് ആര് മത്സരിക്കുന്നത് ചോദ്യം കെ.സി. വേണുഗോപാൽ ചോദിക്കുന്നുണ്ട്. ഇത്തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന്. അപ്പോഴും അതിന് കൃത്യമായ ഉത്തരം പറയാൻ കെ.സി. വേണുഗോപാലിന് കഴിയുന്നില്ല. മത്സരിക്കും എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം കേരളത്തിലെ എല്ലാ സിറ്റിംഗ് എംപിമാരും മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ എല്ലാ സിറ്റിംഗ് എംപിമാരും മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാലിന് പറയാമായിരുന്നു രാഹുൽ ഗാന്ധിയും മത്സരിക്കുമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നില്ല? ആരാണ് എതിർ സ്ഥാനാർത്ഥി? ആനി രാജയാണ് എതിർ സ്ഥാനാർത്ഥി. CPIയുടെ മുതിർന്ന നേതാവാണ്. CPI ജനറൽ സെക്രട്ടറി D. രാജയുടെ ഭാര്യയാണ്. അവരാണ് അവിടെ മത്സരിക്കുന്നത്, വയനാട്ടിൽ മത്സരിക്കുന്നത്. CPI ഇതിനകം തന്നെ അനൗദ്യോഗിക തീരുമാനമെടുത്തു. പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 27-ാം തീയതി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. 20 സീറ്റുകളിലും ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ബിനോയ് വിശ്വം. CPI ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷി മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗവും കൂടിയാണ് D. രാജ. ആ D. രാജ അംഗമായ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള മറ്റൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നു. D. രാജയുടെ ഭാര്യ വയനാട്ടിൽ എതിർ സ്ഥാനാർത്ഥിയാകുന്നു.
ദേശീയ തലത്തിൽ ചർച്ചയാകും. ഇന്ത്യ മുന്നണി ഇങ്ങനെയാണോ എന്ന ചോദ്യം വരും. ഇന്ത്യ മുന്നണി ഇങ്ങനെ ആകണോ എന്ന ചോദ്യം വരും. ഇന്ത്യ മുന്നണിക്ക് കെട്ടുറപ്പുണ്ടോ എന്ന ചോദ്യം വരും. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ 2 പാർട്ടികൾ മുഖാമുഖം മത്സരിക്കുന്നു എന്ന് പറയും. എന്തുകൊണ്ടാണ് CPIM ഇന്ത്യ മുന്നണിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരിക്കുന്നത്, അതിന്റെ ഭാഗമാകാതിരിക്കുന്നത് എന്നതിന്റെ ഉത്തരവ് ഇപ്പോൾ കിട്ടിയല്ലോ. അങ്ങനെ ആയാൽ അത് കേരളത്തിൽ വലിയ ചർച്ചയാകും. കേരളത്തിൽ കോൺഗ്രസും CPIM-ഉം മുഖാമുഖം മത്സരിക്കുകയാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ അത് വലിയ ദേശീയ ചർച്ചയാകും. ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് CPIM ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഭാഗമാകാതെ മാറി നിന്നത്. ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ എല്ലാ ശ്രമവും നടത്തിയ, അതിന് മുൻകൈയിൽ നിന്ന് പ്രവർത്തിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാതെ മാറി നിന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. പക്ഷേ CPI ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികൾ, അതിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തമ്മിൽ മുഖാമുഖം മത്സരിക്കാൻ കഴിയുമോ വയനാട്ടിൽ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ വളരെ സൂക്ഷിച്ച് അതിന് മറുപടി പറയുകയും ചെയ്തത്. KC വേണുഗോപാലിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഊഹാപോഹങ്ങൾക്കും റൂമേഴ്സിനും മറുപടി പറയാൻ എന്നെ കൊണ്ട് വരും. അത് നിങ്ങൾക്ക് വിട്ടുകഴിഞ്ഞിരിക്കുക. ഇനി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നവരെ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് തീരുമാനിക്കും. ഇതൊക്കെ ഇന്നലെ ഓരോ ദിവസം ഞാൻ കണ്ടു, ഓരോ ദിവസമായിട്ട് ഓരോ പ്രദേശത്ത് ഓരോ സ്ഥാനാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രഖ്യാപനം വരെ ഉണ്ടാവും. ഓക്കെ, രാഹുൽ ഗാന്ധി വന്ന് ഉറപ്പിക്കാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കൃത്യമായിട്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പ്രക്രിയയിലേക്ക് നീങ്ങുകയാണ്. അലയൻസ് ചർച്ചകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടുകൂടി അടുത്ത മാസം ആദ്യത്തോടുകൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. അപ്പോൾ ക്ലാരിറ്റി ക്ലിയർ ആയിട്ടുണ്ടാവും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമെന്ന സൂചന നൽകുന്നു. അതേസമയം വയനാട് ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. വയനാട് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് മുസ്ലിം ലീഗിനും അറിയാം. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് 3ാം സീറ്റ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത്. വയനാടുണ്ട്, അതേപോലെ തന്നെ കണ്ണൂരുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയേ തീരൂ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. 3ാം സീറ്റിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴത്തെ കോൺഗ്രസ് തീരുമാനമനുസരിച്ച് 3ാം സീറ്റില്ല മുസ്ലിം ലീഗിന്. പക്ഷേ അതിന് സാധ്യത അടയ്ക്കുന്നുമില്ല കോൺഗ്രസ്. അത് തുറന്നിട്ടിരിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, UDF ഇല്ല എന്ന അവസ്ഥ വരും. കേരളത്തിൽ നിന്ന് 2 അക്കം സീറ്റ് കടന്നില്ല എങ്കിൽ പിന്നെ എവിടെ നിന്ന് എന്ന ചോദ്യം കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പിന്നെ പ്രതീക്ഷ കർണാടകയിൽ നിന്നാണ്. കർണാടകയിലും അത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു തർക്കമുണ്ടാക്കാൻ, ഒരിക്കലും ലീഗിനെ മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറാകില്ല എന്ന സൂചനകളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും 2 ദിവസം കഴിയുമ്പോൾ ചിത്രം തെളിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു കാര്യം പറയാൻ കഴിയും, ആലപ്പുഴയിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായും നൽകുന്നുണ്ട് KC വേണുഗോപാൽ. വയനാട്ടിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യത്തിലുള്ള ഉത്തരവും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ദേശീയ നേതാക്കളിൽ ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ.